شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളായിട്ട് ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നാൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുന്നുണ്ട്, ഇബ്നു മസ്ഊദ്, താങ്കൾ എനിക്ക് വേണ്ടി അല്പം ഖുർആൻ പാരായണം ചെയ്യണം, ഞാനൊന്ന് കേൾക്കട്ടെ എന്ന്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു മസ്ഊദിന് ഇങ്ങനോട് ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ സത്യത്തിൽ ലജ്ജ കൊണ്ട് ഇബ്നു മസ്ഊദ് വിസമ്മതിക്കുകയും നബിയോട് പറഞ്ഞു, നബി, ഇങ്ങനെയാണ് അങ്ങക്ക് ഞാൻ ഓതുക, അങ്ങയുടെ മേൽ വഹി ഇറങ്ങിയിരിക്കുന്നു, ഈ ഖുർആൻ ഇറങ്ങിയത് ഞങ്ങൾക്കാണ്, താങ്കൾ പഠിച്ചവരാണ് ഞാൻ അങ്ങക്ക് എങ്ങനെ ഓതും നബി എന്ന്. നന്നായി ഓതുന്ന ഒരാളാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അത് മാത്രമല്ല, അപാരമായ ധൈര്യശാലിയുമാണ്, പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ്റെ വിഷയത്തിൽ. ഖുർആൻ മക്കയിൽ ആദ്യമായിട്ട് ഉറക്കെ ഓതിയ വ്യക്തി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്, ആദ്യത്തെ സഹാബിയ. അതിന് ശക്തമായ അബൂജഹലിൻ്റെ പ്രഹരമേറ്റാണ് അദ്ദേഹം മടങ്ങി വരുന്നത്. അത് ചരിത്രം നമുക്കറിയാവുന്ന ഒരു ഭാഗമാണ്. പക്ഷേ എന്ന് റസൂല് പറയുമ്പോൾ അദ്ദേഹം കാണിക്കുന്ന ആ ഒരു വൈമനസ്യത്തിൻ്റെ കാര്യമെന്നുള്ളത്, എങ്ങനെ റസൂലിൻ്റെ മുമ്പിൽ താൻ ഓതും? ഏതൊരു അധ്യാപകനിൽ നിന്നാണോ ഖുർആൻ പഠിച്ചത്, ആ പ്രവാചകൻ്റെ മുമ്പിലേക്ക് അത് ഓതി തിരിച്ചു കേൾപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് അല്പം പ്രയാസമുള്ള കാര്യമായി തോന്നുമ്പോൾ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇബ്നു മസ്ഊദ്, മറ്റൊരാൾ ഓതി കേൾക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്, മറ്റൊരു മനുഷ്യൻ ഓതി കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്, അതുകൊണ്ട് നീ ഓത്, ഞാൻ കേൾക്കട്ടെ എന്ന്. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാ പാരായണം ചെയ്തു. കുറേ നേരം ഓതിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓത്ത് റസൂലുള്ളാഹി ആസ്വദിച്ച് കേൾക്കുന്നുണ്ട്. ശ്രദ്ധയോടെ കേട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു, മതി അൽ ആൻ, ഇപ്പോൾ നിർത്താൻ പറഞ്ഞു. മതി ഇബ്നു മസ്ഊദ്, നിർത്തണമെന്ന് പറയുമ്പോൾ അദ്ദേഹം എത്തിയ ആയത്ത്, ഫകൈഫ ഇദാ ജഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശ്ശഹീദിൻ വജഅനാ ബിക അലാ ഹൗലാഹി ഷഹീദ. എല്ലാ സമുദായത്തിൻ്റെയും പ്രതികൂല സാക്ഷികളായിട്ട് അതാത് കാലഘട്ടങ്ങളിൽ കടന്നു വന്ന പ്രവാചകന്മാരെ അള്ളാഹു പരലോകത്ത് കൊണ്ടുവരുന്നൊരു സന്ദർഭത്തിൽ ആ സമൂഹവും ആ പ്രവാചകരും എങ്ങനെയാണ് ആ സന്ദർഭം കൈകാര്യം ചെയ്യുക? വജഅനാ ബിക അലാ ഹൗലാഹി ഷഹീദ. അതുപോലെ നബിയെ, താങ്കളെയും ഈ ഉമ്മത്തിനെതിരിൽ പ്രതികൂലമായൊരു സാക്ഷിയായിട്ട് താങ്കളെയും കൊണ്ടുവന്ന് നിർത്തുന്നൊരു സാഹചര്യത്തിൽ താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുക? ആ സന്ദർഭം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്ന് ചോദിക്കുന്ന ഒരു അർത്ഥമെത്തുന്നൊരു ആയത്തെത്തുമ്പോഴാണ് പുണ്യ നബി പറഞ്ഞത് നിർത്താൻ പറഞ്ഞ റസൂലിലേക്ക് നോക്കുമ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ തദ്രിഫാനി, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകുകയാണ്. രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകുന്നൊരു കാഴ്ചയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കാണാൻ കഴിഞ്ഞത്. കാരണം ഒരു പ്രവാചകൻ എന്ന നിലയിൽ എത്ര വലിയൊരു നിർഭാഗ്യമാണ് തൻ്റെ സമുദായത്തിനതിൽ പ്രതികൂലമായി പടച്ചവൻ്റെ മുമ്പിൽ സാക്ഷി നിൽക്കുക എന്നുള്ള രംഗം. റസൂലിന് സഹിക്കാൻ കഴിയുന്നൊരു സംഗതിയായിരുന്നില്ല. ഒരു പ്രവാചകനും, കടന്നുപോയൊരു പ്രവാചകനും അവർ ഏതൊരു പ്രബോധിത സമൂഹത്തിലേക്ക് കടന്നു വന്നോ ആ സമൂഹത്തിനതിൽ ഇവരെങ്ങും നന്നായില്ല, ഇവരൊക്കെ മോശപ്പെട്ടു പോയി, നശിച്ചുപോയി, ധിക്കരിച്ചു പോയി എന്ന് പറയേണ്ട ഒരു സാഹചര്യമുണ്ടല്ലോ. ഏതൊരു പ്രവാചകനും ഒരു നിർഭാഗ്യമാണ്. ഒരു പ്രവാചകനും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ ആത്മാർത്ഥമായിട്ട് ഉമ്മത്തിന് വേണ്ടി നിലകൊള്ളുകയും അത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഉമ്മത്തിന് വേണ്ടി പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്ത റസൂലിന്
അതത്രയും സഹിക്കാൻ പറ്റുന്നൊരു കാര്യമായിരുന്നില്ല ഈ സമുദായത്തിൽ നമുക്ക് പ്രതികൂലമായി സാക്ഷി നിൽക്കുക എന്നുള്ളത്. ആ ഒരു രംഗത്തെ വിശുദ്ധ ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, വഖാല റസൂല്, പ്രവാചകൻ നാളെ പരലോകത്ത് പറഞ്ഞു പോകും, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവേ, എൻ്റെ ഈ സമുദായം ഉണ്ടല്ലോ, അവർ ഈ വിശുദ്ധ ഖുർആനെ അവഗണിച്ചു കളഞ്ഞു അല്ലാ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ അല്ലാഹുവിൻ്റെ കോടതിയിൽ പറയുന്നൊരു സാഹചര്യമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. ഇതാ നമുക്കെതിൽ പറയുന്നൊരു വാക്ക്, നമുക്കതിൽ റസൂല് പറയുന്നൊരു വാക്കാണിത്, പരലോകത്ത് പറയുന്ന വാക്ക്. അത് ഖുർആൻ വളരെ വ്യക്തമായും സ്പഷ്ടമായും പറയാണ്. ഈ സമുദായത്തിന്റെ നായകനായ റസൂലുള്ളാഹി നാളെ പരലോകത്ത് പടച്ചവന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുമത്രേ, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. ഈ വിശുദ്ധ ഗ്രന്ഥത്തെ, ഈ ഖുർആനെ അവർ പാടെ അവഗണിച്ചു കളഞ്ഞു അല്ലാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ആ വാക്ക് തന്നെ നോക്കണം, ഒരു പ്രയോഗമുണ്ട് മഹ്ജൂറ എന്ന്. ഹജ്ർ, ആ വാക്ക് മറ്റൊരു ഭാഗത്ത് കാണാൻ കഴിയും, വല്ലാത്തി തഖാഫൂന നുജൂസഹുന്ന ഫഇലൂഹുന്ന വഹ്ജുറൂഹുന്ന ഫിൽ മലാജിഅ. ഈ സൂറത്ത് നിസായിലെ ഭാര്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പിണക്കക്കാരിയായ വഴക്കാളിയായ ഭാര്യയുടെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഭർത്താവിനോട് പറഞ്ഞൊരു ഉപദേശമാണ്, വഹ്ജുറൂഹുന്ന ഫിൽ മലാജിഅ. നിന്റെ കിടപ്പറയിൽ നിന്ന് അവളെ മാറ്റി നിർത്താൻ, അകറ്റി നിർത്താൻ. ഒപ്പമുള്ളപ്പോഴും എങ്ങനെ ഒരു ഭാര്യയെ കിടപ്പറയിൽ നിന്ന് മാറ്റിയത്? അവളെ വീട്ടിൽ തന്നെ ഉണ്ടാകും. തൻ്റെ ഭാര്യ തന്നെയാണ്, തൻ്റെ ചെലവിലാ കഴിയുക, തൻ്റെ സംരക്ഷണയിലാ കഴിയുക, തൻ്റെ സ്നേഹത്തിലാ കഴിയുക, വീട്ടിലൊപ്പമുണ്ട്. കൂടെ ഉള്ളപ്പോഴും ഒന്ന് മാറ്റി നിർത്തുന്നതിൻ്റെ പേരാ വഹ്ജുറൂഹുന്ന എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഒപ്പം നിർത്തിയിട്ട് മാറ്റി നിർത്താൻ ഭാര്യയെ, അതേ പ്രയോഗമാണ് ഇവിടെ കാണുന്നത്. അതേ ആ അർത്ഥത്തിനുപയോഗിച്ച് അതേ വാക്ക് മഹ്ജൂറ എന്ന്. നമ്മളോടൊപ്പം ഉള്ളപ്പോഴും എപ്പോഴും കൂടെയുള്ളപ്പോഴും നമ്മൾ അകറ്റി നിർത്തി. അതാ ഖുർആന്റെ ആയത്ത്. അത് യാഥാർത്ഥ്യമാണ്. ഈ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ഇന്നത്തെ ജീവിതത്തോട് തട്ടിച്ചു നോക്കുമ്പോൾ ആ വാക്ക് തന്നെയാണ് ചേരുന്നത്. നമ്മളോടൊപ്പം എവിടെ ഖുർആൻ ഇല്ലാത്തത്? നമ്മളെ കയ്യിലിരിക്കുന്ന മൊബൈലുകളിൽ ഖുർആനുണ്ട്, നമ്മുടെ വീടുകളിൽ ഖുർആനുണ്ട്, നമ്മുടെ പള്ളികളിൽ ഖുർആനുണ്ട്. എല്ലായിടത്തും അട്ടിയിടപ്പെട്ട് ഖുർആൻ അടുക്കി വെച്ചിട്ടുണ്ട്. ആ ഖുർആൻ അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഖുർആൻ നമ്മളോടൊപ്പം എപ്പോഴും അടുത്ത് തന്നെ ഉണ്ടായിട്ടും അതൊന്ന് എടുത്തു നോക്കാൻ, അതൊന്ന് പഠിക്കാൻ, അതൊന്ന് പാരായണം ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. നമ്മളെ ഗൗരവത്തോടെ മനസ്സിലാക്കുക, എന്താ റമളാൻ മാസത്തിന്റെ പോരിശ എന്നുള്ളത്, എന്താ അതിന്റെ പവിത്രത? ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ അവതീർണമായി എന്നല്ലാതെ മറ്റൊരു കാരണവും ഈ വിശുദ്ധ റമളാന്റെ മഹത്വത്തിന്റെ പുറകിലില്ല. ഈ റമളാന്റെ മഹത്വത്തിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ, ഖുർആൻ അവതീർണമായി എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമായതുകൊണ്ടാണ് ഈ മാസം വാർഷികം എന്ന ആഘോഷം പോലെ, ഒരു വാർഷിക ആഘോഷം പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മാസം മുഴുവനും അനുഗ്രഹത്തിന്റെ മാരിവർഷമാക്കി മാറ്റി. ഈ റമളാന്റെ പൊൻപിറ ആകാശത്ത് കണ്ടതു മുതൽ അവസാന നിമിഷം വരെയും അള്ളാഹുവിന്റെ കനിഞ്ഞരുളുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ ഭൂമിയെയും വിശ്വാസികളെയും വസന്തകാലമാക്കി മാറ്റിയതിന്റെ കാര്യം എന്താണ്? ഖുർആൻ. ഈ ഖുർആനെ മാറ്റിവെച്ചിട്ട് സൂത്രത്തിൽ റമളാന്റെ പുണ്യങ്ങളും നന്മകളും കൊയ്തെടുക്കാമെന്ന് ആരെങ്കിലും കണക്കാക്കുന്നുണ്ടെങ്കിൽ വ്യാമോഹമാണ്, അത് പ്രതാപിലാണ്, നടക്കൂല. ഖുർആനെ മാറ്റിവെച്ചിട്ട് റമളാന്റെ പോലീസ് നേടാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. റമളാനെ ഖുർആൻ ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ്. ആ ഖുർആനിലേക്ക് മടങ്ങാതെ, ആ ഖുർആനെ പരിഗണിക്കാതെ ഒരു വിശ്വാസിക്കും ഈ റമളാന്റെ ഒരു പോലീശയും നേടിയെടുക്കാൻ കഴിയില്ല. ഈ അത്രമേൽ ഗൗരവമുള്ളൊരു വിഷയമാണ് വിശുദ്ധ ഖുർആൻ. ആലോചിച്ച് നോക്കുക, നമുക്ക് ആരാ വെച്ച് നീട്ടുന്ന? അല്ലാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു നമുക്ക് വെച്ച് നീട്ടിയ വിശുദ്ധ ഗ്രന്ഥം, ആ വിശുദ്ധ ഗ്രന്ഥത്തെ ഏറ്റെടുക്കാതെ, അതിനെ പരിഗണിക്കാതെ, അതിനെ അവഗണിച്ച് മാറ്റി നിർത്തിക്കൊണ്ടൊരു വിശ്വാസിക്കും ഒരു പുണ്യവും നേടാൻ കഴിയില്ല. ഖുർആൻ ഇറങ്ങിയതും റമളാൻ വന്നത് നോമ്പ് പിടിക്കാൻ പറഞ്ഞതും ഒക്കെ എന്തിനല്ല? അല്ലക്കും തത്തക്കൂന എന്ന്, നിങ്ങളെ മുത്തക്കീങ്ങളാക്കാൻ വേണ്ടി, ധർമ്മനിഷ്ഠയിൽ ജീവിക്കാൻ വേണ്ടി, ഭയഭക്തിയുള്ള ജീവിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട്, തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ നോമ്പെടുക്കണേ എന്ന്, അതിനു വേണ്ടിയാണ് റമളാൻ എന്ന്, അതിനു വേണ്ടിയാണ് ഖുർആൻ എന്ന്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം പഠിപ്പിക്കാൻ വേണ്ടി വന്ന ഗ്രന്ഥം ഖുർആൻ. ആ ഖുർആൻ പഠിക്കാതെ എന്ന് തഖ്വ, ആ ഖുർആൻ പഠിക്കാതെ എന്ന് നോമ്പ്. ആ ഖുർആനിലേക്ക് മടങ്ങേണ്ട ബാധ്യതയാണ്. ഖുർആനിലേക്ക് വിശ്വാസികളെ മടക്കി വിളിക്കുന്ന രംഗം കൂടിയാണ് റമളാൻ എന്നുള്ളത്. ആലോചിച്ച് നോക്കൂ, നമുക്ക് അള്ളാഹു വെച്ച് നീട്ടിയത്, അള്ളാഹു വെച്ച് നീട്ടിയ ഏറ്റവും മൂല്യവത്തായ സംഗതി, അതിന് പുറംകാലം കൊണ്ട് കെട്ടിക്കളയുന്ന അവസ്ഥയിലാണ് നമ്മളുള്ളത്. ആരെന്ത് വെച്ച് നീട്ടിയാലും അത് നിരാകരിക്കാതെ സന്തോഷത്തോടെ സ്വീകരിക്കലാണ് മാന്യത. അതെത്ര വില കുറഞ്ഞതാണെങ്കിലും. ഒരാട്ടിന്റെ കുളമ്പാണ് നിന്റെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്നതെങ്കിൽ പോലും അതിന്റെ മൂല്യം കുറവാണെന്ന് കണക്കാക്കിയിട്ട് നീ നിഷേധിക്കല്ലേ, തന്നവനെ വേദനിപ്പിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് എത്ര വില കുറഞ്ഞതാണെങ്കിലും വെച്ച് നീട്ടുന്നത് സ്വീകരിക്കുന്നതാണ് മിനിമം മാന്യത എന്നിരിക്കുമ്പോൾ, ലോകത്തേക്ക് ഒരു മനുഷ്യന് നൽകപ്പെട്ട ഏറ്റവും ബൃഹത്തായത്, ഏറ്റവും മഹത്തായത് വിശുദ്ധ ഖുർആൻ.
അത് വെച്ച് നീട്ടിയവനോ സാക്ഷാൽ നമ്മുടെ പടച്ചവൻ. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. അല്ലയോ മനുഷ്യരെ, ഖുർആൻ പറയാണ്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥനിൽ നിന്ന്, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്കിതാ കുറെ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു കത്ത് വന്നിരിക്കുന്നു, ഒരു ഗ്രന്ഥം വന്നിരിക്കുന്നു. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന്, മനുഷ്യരെ എന്ന് വിളിച്ചതുപോലും മനോഹരമായ ഒരു പ്രയോഗമാണ്. വിശ്വാസികളെ എന്നല്ല, മനുഷ്യരെ എന്ന്. എല്ലാ മനുഷ്യരെയും വിളിച്ചിട്ട് മനുഷ്യരുടെ നാഥൻ പറയുകയാണ്, നിങ്ങളുടെ റബ്ബിൽ നിന്ന് ഇതാ ഒരു ഗ്രന്ഥം വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടി ഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ മനോവേദനകൾക്കുള്ള മരുന്നും നിങ്ങൾക്ക് സന്മാർഗം കാണിക്കുന്ന ദീപവും നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ട അനുഗ്രഹവുമായിട്ട് ഇതാ കടന്നു വന്നിരിക്കുന്നു വിശുദ്ധ ഗ്രന്ഥം. ഈ ഖുർആൻ അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, നമുക്ക് നൽകിയിരിക്കുകയാണ്. എന്നിട്ട് റബ്ബ് പറഞ്ഞത്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. മനുഷ്യരോട് പറയാണ്, ഇത് അല്ലാഹുവിന്റെ കാരുണ്യവും ഔദാര്യവും ഒന്നുകൊണ്ട് മാത്രമാണ് എത്രയും മഹത്തായ ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് വേണ്ടി സമ്മാനമായി നൽകുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങൾ ഏറ്റെടുക്ക്, സന്തോഷിക്കുക എന്ന്. ഫബിദാലിക ഫൽയഫ്റഹു, നിങ്ങൾ ആഘോഷിക്ക്, സന്തോഷിക്ക്, നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട് ഖുർആനിൽ. ഹുവ ഖൈറും മിമ്മാ യജ്മഊന, മനുഷ്യരെമ്പാടും മനുഷ്യകുലം ഒന്നടങ്കം സമകരമായ പ്രവർത്തനങ്ങളിലൂടെ നേടിയെടുക്കുന്ന എല്ലാ നേട്ടങ്ങളെക്കാളും, എല്ലാ വളർച്ചകളെക്കാളും, എല്ലാ പുരോഗതിയെക്കാളും, എന്ത് അനുഗ്രഹങ്ങളെക്കാളും ഒരു പടി മുകളിൽ തന്നെയാണ് ഈ ഖുർആൻ എന്ന് വിശുദ്ധ ഖുർആൻ. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഖുർആനാണ്. അതിന്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കിയില്ല, അത് തന്നവന്റെ വിലയും നമ്മൾ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് ഈ ഗ്രന്ഥങ്ങൾ ഇന്നും അലമാരയിൽ പൊടിയടിച്ചിരിക്കുന്നു. ഇന്നും അത് അലമാരി പൊടിയടിച്ചതിന്റെ കാര്യം എന്താണ്? നമുക്കിതിന്റെ വില മനസ്സിലായിട്ടില്ല, അത് തന്നവനെയും മനസ്സിലായിട്ടില്ല, അതിന്റെ മഹത്വം നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മളിപ്പോഴും ജൂതന്മാരുടെ പഴയ അവസ്ഥയാണ്. മസലുല്ലദീന ഹമ്മുലു തൗറാത്ത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. ജൂതന്മാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, അവരെങ്ങനെ ഗ്രന്ഥവുമായി നടന്നത്? കുറെ കാലം ഗ്രന്ഥവും കൊണ്ട് നടന്നു. എങ്ങനെ നടന്നത്? കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ എന്ന്, ചുമക്കുന്ന കഴുതകളെ പോലെ. കഴുതകൾ ചുമന്ന് നടക്കും. ഈ ലോകത്തുള്ള വിജ്ഞാന ശേഖരങ്ങളെല്ലാം സമാഹരിച്ച് ഗ്രന്ഥങ്ങളാക്കിയിട്ട് ആ ഗ്രന്ഥങ്ങൾ മുഴുവൻ വലിയ ഭാണ്ഡക്കെട്ടാക്കി ഒരു കഴുതയുടെ പുറത്തു വെച്ച് വർഷങ്ങൾ അതും ചുമന്ന് നടന്നാലും ഒരറിവും പഠിക്കാൻ പോകുന്നില്ല കഴുത. അതിന് ചുമക്കാനേ അറിയുള്ളൂ, കൊണ്ട് നടക്കാനേ അറിയാവൂ. അതുപോലെയായി മാറിയിട്ടുണ്ട് ആ ജൂതന്മാരെന്ന്. അതേ സമൂഹത്തെ പോലെ നമ്മൾ മതപ്പതിച്ചില്ലേ? നമ്മൾ ഈ ഗ്രന്ഥം കൊണ്ട് നടക്കുന്നതല്ലാതെ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇതിനുള്ള കടമകൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ? വലിയ ബാധ്യതയുണ്ട് ഈ ഖുർആനോട് നമുക്ക്. അത് റമളാനിലെങ്കിൽ നമ്മൾ തിരിച്ചറിയണ്ടേ? കുറെ കടമകളും കടപ്പാടുകളും ഈ ഗ്രന്ഥത്തോട് നമുക്കുണ്ട്. അത് പരിഗണിക്കണം. നമ്മൾ പരിഗണിക്കാതെ റമളാൻ കിട്ടില്ല നമുക്ക്. അതിൽ ഒന്നാമത് പരിഗണിക്കുമ്പോൾ പ്രധാനമായിട്ടും അതിന് പരിഗണനയുടെ ശൈലി അല്ലെങ്കിൽ സ്വഭാവം എന്ന് പറയുമ്പോൾ അത് പാരായണം ചെയ്യുക, അത് വായിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കടമയാണ്. രണ്ടാമത്തത് പഠിക്കുക എന്നുള്ളതാണ്. അത് പഠിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കടമയാണ്. മൂന്നാമത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്നുള്ളത് അത് ജീവിതത്തിലേക്ക് പകർത്തുക എന്നുള്ളതാണ്. നാലാമത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്നുള്ളത് അതിനെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അങ്ങനെ നിർണായകമായ 3 ബാധ്യതകൾ ഏൽപ്പിക്കപ്പെട്ടവരാണ് മുസ്ലിമീങ്ങൾ, വിശ്വാസികൾ. ഈ ഖുർആന്റെ വിഷയത്തിൽ ഇതിൽ ഒന്നെങ്കിലും നമുക്ക് നിറവേറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരെണ്ണമെങ്കിലും. ഒന്നാമത് ആദ്യത്തെ കാര്യം നമുക്ക് ഒന്ന് സംസാരിക്കാം. ആദ്യമായി നമുക്ക് ചെയ്യാനുള്ള ഒരു ബാധ്യത എന്താണ്? ഈ ഖുർആൻ ഒന്ന് ഓതാൻ പറ്റണം നമ്മളെ കൊണ്ട്. ഈ ഖുർആൻ എടുത്ത് വെച്ചിട്ട് ഓതാൻ നമ്മളെ കൊണ്ട് കഴിയണം. വായിക്കപ്പെടേണ്ട ഗ്രന്ഥമാണ് ഖുർആൻ. വായനയിൽ ഇപ്പോൾ എന്താ വലിയ കാര്യമൊന്ന്? അതിൽ നമ്മൾ എന്തോ എടുത്ത് മറിച്ചാലേ നമുക്ക് നന്മയാവുള്ളൂ എന്ന് തോന്നുന്ന ആൾക്കാരുണ്ട്. നിസ്സാരമായി സുബ്ഹാനല്ലാഹ് പറയാൻ നമുക്ക് മടിയാ. അതൊന്നും ഒന്നും ആവൂലെന്ന്. നമുക്ക് എന്തെങ്കിലും ഹെവി ആയിട്ട് വേണം. എനിക്ക് ചാപ്പാടല്ലല്ലോ ഹെവി ആയിട്ട് നമുക്ക് കഴിക്കാൻ. സുബ്ഹാനല്ലാഹ് മതി തംലഉൽ മീസാൻ. നിന്റെ നന്മയുടെ തുലാസിൽ ഭാരമേറ്റാൻ അത് മതിയാകുമെന്ന്. ഖുർആൻ പാരായണം അത് മലമറിക്കണം. നിങ്ങൾ ഇരുന്ന് പാരായണം ചെയ്യുന്നത് കടമയാണത്. അത് ചെറിയ കാര്യമല്ല. നിങ്ങൾ നോക്കുമ്പോൾ ചെറിയ കാര്യമാണ്, പക്ഷെ അതിന് എത്ര ബെനിഫിറ്റ് ഉണ്ടെന്ന് അറിയുമോ നിങ്ങൾക്ക്? എത്ര ഗൗരവമുള്ള വിഷയമാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? തുടക്കം പോലും ഇഖ്റ വായിക്കണമെന്ന ആഹ്വാനത്തോടെ ഇറങ്ങിയ ഗ്രന്ഥം, അത് വായിക്കാൻ ആരുമില്ല ഇവിടെ. അൽ ഖുർആൻ എന്ന് നമ്മൾ പറയുക. ഖുർആൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. എന്താ ഖുർആൻ? വായിക്കപ്പെടുന്നത്, ഏറ്റവും വായിക്കപ്പെടേണ്ടത് എന്നൊക്കെ അർത്ഥം വരുന്ന ഖുർആൻ, അൽ ഖുർആൻ എന്ന വാക്കുകൊണ്ടാണ് നമ്മൾ അതിനെ പേര് പറയുന്നത്. അങ്ങനെ പരിചയപ്പെടുത്തിയ അല്ലാഹു ഖുർആൻ എന്ന് വായിക്കപ്പെടേണ്ട ഗ്രന്ഥമെന്ന്, ധാരാളമായി വായിക്കുന്ന ഗ്രന്ഥമെന്ന്. ആരാ വായിക്കുന്നേ? നമ്മുടെ ബാധ്യതയിൽ അത് പാരായണം ചെയ്യുക എന്നുള്ളത് വലിയ ബാധ്യതയുള്ള ഒരു കാര്യമാണ്. ചെറിയ കാര്യമല്ലത്, വലിയ ബെനിഫിറ്റ് ഉള്ള കാര്യവുമാണ്. ഒരു ഹദീസിൽ കാണാൻ, ലാ തതബസ്സദുൽ ഖുർആന, നിങ്ങൾ ഖുർആൻ തലയണാക്കേണ്ടവരല്ല, വതുലുഹു ഹഖ്ക തിലാവതിഹി, അതിന് ഗൗരവത്തോടെ പാരായണം ചെയ്യേണ്ടവരാണെന്ന് റസൂലുള്ളാഹി.
യാ അഹ്ലൽ ഖുർആൻ എന്ന്, ഖുർആന്റെ വക്താക്കളെ എന്ന് വിളിച്ചിട്ട് റസൂൽ പറയുന്നത്. ഖുർആന്റെ ആൾക്കാരെന്ന് അവകാശപ്പെടുന്നവരോട് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്താ ഓതുന്നില്ല എന്ന്? നിങ്ങൾ പാരായണം ചെയ്ത് ചെറിയ പുണ്യമല്ല, വലിയ നേട്ടമുള്ള കാര്യമാണ്. ഇന്നൽ ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത്ത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും. തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും നമസ്കരിക്കുകയും അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരുണ്ടല്ലോ, അവർ തിജാറത്തൻ ലൻ തബൂർ, അവർ ഏർപ്പെട്ടിരിക്കുന്നത് ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത അതിലാഭകരമായ ഒരു കച്ചവടത്തിലാണെന്ന് വിശുദ്ധ ഖുർആൻ. ഖുർആൻ പറയാണ്, ഖുർആൻ പാരായണം ചെയ്യുക. ലന്നെന്ന പറയാം, ലൻ തബൂർ എന്ന്, ഒരിക്കലും നഷ്ടം ഉണ്ടാവൂലെന്ന്. ലമ്മല്ല, നഷ്ടമില്ല, ഇപ്പോൾ നഷ്ടമില്ലെന്നല്ല, ഒരു കാലത്ത് നഷ്ടം വരാത്തൊരു കച്ചവടത്തെക്കുറിച്ച് റസൂൽ പറയുന്നത്, ലാഭമുള്ളൊരു കച്ചവടത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുക, നമസ്കരിക്കുക, കൃത്യമായി നമസ്കാരം നിലനിർത്തുക, അള്ളാഹു നൽകിയതിൽ നിന്ന് ദാനം കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇതൊരു കാലത്ത് നിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കില്ല, ഒരു കാലത്ത് നഷ്ടമുണ്ടാക്കില്ല, എല്ലാ കാലത്തും നിങ്ങൾക്ക് ലാഭം മാത്രം ഉണ്ടാക്കുന്ന സംഗതിയാണ്. എന്നാലോ അതിന് വലിയ ശ്രമത്തിന് കാര്യമില്ല. ഇതിൽ ഒന്നാമത് പറഞ്ഞു ഖുർആൻ ഓതുന്ന കാര്യമോ, ഒന്നാമത് പറഞ്ഞു നമസ്കാരത്തിന് മുമ്പ് പറയണം, സക്കാത്തിന് മുമ്പ് പറയാണ്, സദഖയ്ക്ക് മുമ്പ് പറയാണ്. പക്ഷെ അതിനൊക്കെ കുറെ ശ്രമങ്ങളുണ്ട്. അത്രയും ശ്രമം ഖുർആൻ ഓതാൻ വേണ്ടല്ലോ. എന്നിട്ട് ഒന്നാമതാ പറഞ്ഞത് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമെന്ന്, വലിയ ലാഭമുണ്ട് എന്ന്, വലിയ ലാഭമുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യും. ഖുർആൻ പാരായണം ചെയ്യുന്ന പക്ഷം മൻ ഖറഅൽ ഖുർആന, ഒരു മനുഷ്യൻ ഖുർആൻ ഓതുകയാണെങ്കിൽ ഓരോ ഹർഫിനും നന്മയുണ്ട് എന്ന്. ഒരു ഹർഫിന്, ഒരു അക്ഷരം പാരായണം ചെയ്താൽ അതിന് കൂലിയുണ്ട് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അക്ഷരത്തിന് എന്താ കൂലി? ഹസനത്ത്, ഒരു നന്മയുടെ കൂലി എന്ന്. ഒരു നന്മയുടെ കൂലിയുണ്ട്. അൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, ഒരു നന്മയ്ക്ക് എന്താ കൂലി? ഒരു നന്മയ്ക്ക് 10 നന്മയുടെ കൂലി കൊടുക്കും. അത് അള്ളാഹുവിന്റെ കണക്ക്. ഒരു ഹർഫ് ഓതുന്നവന് ഒരു നന്മയുടെ കൂലി കൊടുക്കും. ഒരു നന്മ പ്രവർത്തിക്കുന്ന മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന സാധാരണ കൂലി എത്രയാണ്? 10 നന്മയുടെ പ്രതിഫലമാണ് എന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് റസൂൽ എടുത്തു പറഞ്ഞു, ഞാൻ പറയുന്നതിൽ അഖൂലു അലിഫ് ലാം മീം ഹർഫ്, അലിഫ് ലാം മീം എന്നോതുന്നതിനെ ഒരു അക്ഷരമായി കണ്ടിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണ്ട. അലിഫുൻ ഹർഫുൻ ലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫ്. അലിഫ് എന്നുള്ള ഒരു അക്ഷരമാണ്, ലാം എന്നുള്ള ഒരു അക്ഷരമാണ്, മീം എന്നുള്ള ഒരു അക്ഷരമാണ് എന്ന്, അങ്ങനെ ഞാൻ കണക്കാക്കുന്നത് എന്ന്. അപ്പോൾ അലിഫ് ലാം മീം എന്നൊരാൾ ഖുർആനിൽ തോതിയാൽ അതിന്റെ അർത്ഥം ആർക്കും അറിയില്ല, എന്താണ് അവിടെ ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയില്ല, അല്ലാഹു വ്യക്തമാക്കിയിട്ടുമില്ല. എന്നാൽ പോലും അർത്ഥം പോലും അറിയാത്ത ആ 3 അക്ഷരങ്ങൾ പാരായണം ചെയ്ത് കഴിയുമ്പോൾ 30 നന്മകൾ പ്രവർത്തിച്ച പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര എളുപ്പമാണ്! എന്താ നമുക്ക് എന്താ നഷ്ടപ്പെട്ടത്? എത്ര അധ്വാനം ഉണ്ടായി? ഒരു അധ്വാനം ഉണ്ടായില്ല. വളരെ ലളിതമായിട്ട് അലിഫ് ലാം മീം എന്ന് പറഞ്ഞൊരു വിശ്വാസിക്ക് കിട്ടിയ പ്രതിഫലം 30 നന്മകൾ പ്രവർത്തിച്ച പ്രതിഫലമാണ്. അത് റമദാൻ മാസത്തിലാകുമ്പോഴോ, റമദാനിലേക്ക് കടന്നു വരുമ്പോൾ, റമദാനിലാവുമ്പോൾ അതിന് എത്രയേറെ പ്രതിഫലങ്ങൾ കടന്നു വരും. എത്ര വേറെ അത്ഭുതകരമായ ഒരു അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആന്റെ പാരായണത്തിൽ അല്ലാഹു ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോയിട്ടുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത് ഇപ്പോഴും. എന്തുകൊണ്ട് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നില്ല? ഇത്രയേറെ വലിയ പ്രതിഫലങ്ങൾ അല്ലാഹു റസൂൽ വാഗ്ദാനം ചെയ്തിട്ടും അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടും അത് പാരായണം ചെയ്യുക, ഓതിക്കൊണ്ടേയിരിക്കുക. വിശുദ്ധ റമദാൻ മാസത്തിലാകുമ്പോൾ അമിതമായി ഓതുക, ധാരാളമായി ഓതുക. കഴിവിന്റെ പരമാവധി നമ്മൾ വിശുദ്ധ റമദാൻ മാസത്തിൽ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് ഖത്മിന്റെ കൂടി മാസം, ഖുർആൻ ഇറങ്ങിയ മാസമാണ് എന്നതിലുപരിയായിട്ട് ഇത് ഖത്മിന്റെ കൂടി മാസമാണ്, ഖുർആൻ പൂർത്തീകരിക്കപ്പെടുന്ന മാസം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു രഹസ്യം ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. എൻ്റെ നബി, എൻ്റെ പിതാവ് എന്നോട് ഒരിക്കൽ രഹസ്യമായിട്ട് പറഞ്ഞു, ഫാത്തിമ, എല്ലാ വർഷവും ജിബ്രീൽ വരാറുണ്ട്. എല്ലാ വർഷവും റമദാൻ മാസത്തിൽ ജിബ്രീൽ വരും. ജിബ്രീൽ വന്നിട്ട് ഖുർആൻ ആദ്യ അവസാനം ഓതി കേൾപ്പിക്കും. എല്ലാ റമദാനുമുള്ള പതിവാണ് ഫാത്തിമ. എന്നാൽ ഈ റമദാന് ജിബ്രീൽ 2 തവണയാണ്, 2 ആവർത്തിയാണ് ഖുർആൻ ആദ്യ അവസാനം ഓതി കേൾപ്പിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അതിന് ജീവിതം ഈ വാപ്പക്കില്ലെന്നാണ്. ഇനി ഒരുപാട് കാലം ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു സൂചനയായിട്ട് ഞാൻ കണക്കാക്കുന്നു എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയോട് പറഞ്ഞൊരു രഹസ്യമാണ്. ആലോചിക്കണം, റമദാൻ മാസത്തിൽ എല്ലാ വർഷവും റസൂലുള്ളാഹിയുടെ അടുക്കൽ ജിബ്രീൽ വന്ന് ഖുർആൻ ആദ്യ അവസാനം ഓതി കേൾപ്പിക്കുകയാണ്. മരണത്തിന് തൊട്ടു മുമ്പുള്ള വർഷം 2 പ്രാവശ്യം പരിപൂർണമായി ഖുർആൻ ഓതി കേൾപ്പിച്ചു എന്ന് പറയുമ്പോൾ മിനിമം റമദാൻ മാസത്തിൽ 1 തവണയെങ്കിലും ഖത്മ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണ്ടേ? 1 തവണയെങ്കിലും ഖുർആൻ ആദ്യ അവസാനം ഓതണ്ടേ? ഒരു വിശ്വാസിക്ക് അതൊരു ബാധ്യതയല്ലേ, ഒരു കടമയല്ലേ? 1 തവണയെങ്കിലും മിനിമം വിശുദ്ധ ഖുർആൻ ആദ്യ അവസാനം ഓതാനുള്ള ഒരു പ്രതിജ്ഞ എടുക്കണം വിശ്വാസികൾ. അത് ഓതാൻ കഴിയണം മിനിമം 1 തവണയെങ്കിലും. അത് മതി എന്നല്ല ഞാൻ പറഞ്ഞത്, കഴിവിന്റെ പരമാവധി ഓതാം. മിനിമം 1 ഖത്മെങ്കിലും പൂർത്തിയാക്കാൻ വിശ്വാസികളെ കൊണ്ട് കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അതാണ് ആ ഗൗരവത്തോടെ റമദാൻ മാസത്തിൽ രണ്ടാവർത്തി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരിപൂർണമായി ഓതപ്പെട്ടു എന്ന്. ഈ റമദാൻ മാസത്തിലെങ്കിലും ഖുർആൻ തുറന്നു വെച്ചിട്ട് 1-2 പേജുകളെങ്കിലും ഓതി കടന്നു പോകണ്ടേ നമുക്ക്. നമുക്കൊരു പക്ഷേ നമുക്ക് ഇവിടെ ഈ സാഹചര്യത്തിൽ നമുക്ക് തോന്നിയേക്കാവുന്ന സാഹചര്യമുണ്ട്. കാരണം എല്ലാവർക്കും ഖുർആൻ ഓതാൻ അറിയില്ല, എല്ലാവർക്കും ഒരുപോലെ ഓതാനും കഴിയില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ ചുറ്റുപാടുകൾ പോയ വണ്ടിക്ക് കൈയാണിക്കാൻ കഴിയില്ല. നമ്മുടെ നല്ല പ്രായത്തിൽ പഠിക്കാൻ കഴിഞ്ഞില്ല. ഈ പ്രായത്തിൽ എത്ര പഠിക്കാൻ ശ്രമിച്ചിട്ടും നമ്മൾ തിരക്കുകൾ കാരണം സമയം കിട്ടാതെ പോകുന്ന ആൾക്കാരുണ്ട്, കഴിയാതെ പോകുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് വലിയ കാരണങ്ങളല്ല, ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് ചില പരിമിതികൾ ഉള്ള ആൾക്കാരുണ്ട്. ഖുർആൻ തപ്പിപ്പിടിച്ചോതിൻ്റെ സാഹചര്യമുള്ള ആൾക്കാർ അത് നോക്കിയിരുന്ന് വളരെ ശ്രമകരമായി ബുദ്ധിമുട്ടിയല്ലാതെ ഓതാൻ കഴിയാത്ത ആൾക്കാരെ കൊണ്ട്. പക്ഷെ അവരെയും വിട്ടുന്നില്ല വിശുദ്ധ ഖുർആൻ. അവരും ഓതണം വിശുദ്ധ ഖുർആൻ. ഇതൊരു അവസരമാണ്, നമുക്ക് വലിയ നന്മകൾ നേടാനുള്ള ഒരു അവസരമാണ്. വിശുദ്ധ റമദാനിൽ ഖുർആൻ പാരായണം ചെയ്തേ തീരൂ. കഴിയുന്ന വിധത്തിൽ അൽ മാഹിറു ബിൽ ഖുർആൻ, ഖുർആൻ പല നൈപുണ്യത്തോടെ ഓതാൻ കഴിയുന്ന മനുഷ്യരുണ്ടല്ലോ. മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, അവർ അല്ലാഹുവിന്റെ പുണ്യവാളന്മാരായ മലക്കുകൾക്കൊപ്പമായിരിക്കുന്ന പരലോകത്ത് നിന്ന് വിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സ്ഥാനം അവർക്ക്. നന്നായിട്ട് ഓതാൻ കഴിയുന്നവർ. എന്നാലോ വിശുദ്ധ ഖുർആൻ കഷ്ടപ്പെട്ടു ഓതുന്ന ആൾക്കാരുണ്ട്. വളരെ പ്രയാസപ്പെട്ട് വിൽക്കുകയും ബുദ്ധിമുട്ടിയും വീണ് ഓതിപ്പോകുന്ന ചില ആൾക്കാരെയും കാണാൻ കഴിയും. അങ്ങനെ ഓതുന്നവർക്ക് 2 പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓതുന്നതിനൊരു കൂലിയുണ്ട്, അവൻ പ്രയാസപ്പെടുന്നതിന് മറ്റൊരു കൂലിയുമുണ്ട് എന്ന്. പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഖുർആൻ ഒന്ന് തുറന്നു വെച്ചതിലേക്ക് നോക്കിയിട്ടൊന്ന് ഓതാൻ നമ്മളെ കൊണ്ട് കഴിയണ്ടേ? റമദാൻ മാസം കടന്നു വന്നിട്ട് എല്ലാം കൊണ്ടും റമദാൻ ഖുർആൻ അവതീർണമായ മാസവും ഖുർആൻ സമ്പൂർണ്ണമായി ആവർത്തനത്തോടെ ഓതിക്കേൽപ്പിക്കപ്പെട്ട മാസവും എന്ന നിലയിൽ ഈ റമദാൻ മാസത്തിലെങ്കിലും ഖുർആൻ തുറന്നു വെക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എത്രത്തോളം നന്ദി കെട്ട സമൂഹമാണ്. എത്രത്തോളം അല്ലാഹുവുമായി നമ്മൾ അകന്നു പോയിട്ടുണ്ട്, ഖുർആനുമായി അകന്നു പോയിരിക്കുന്നു മനസ്സിലാക്കണം. അറിയുമോ നിങ്ങൾക്ക് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹുവിനെ? ഒരു കാലത്ത് ആധുനിക ഫറോവ എന്നറിയപ്പെട്ടിരുന്ന ഒരു മനുഷ്യനാണ് അബൂജഹൽ. അബൂജഹലിന്റെ മകനാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു. പക്ഷേ ആദ്യകാലത്ത് വാപ്പയുടെ ചുവട് പിടിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ദ്രോഹിക്കാൻ മുൻപന്തിയിൽ നിന്ന മനുഷ്യൻ പിൽക്കാലത്ത് പിന്നെ കാണുന്നത് അള്ളാഹുവിന്റെ കലാമായ ഖുർആനും പിടിച്ചുകൊണ്ട് പള്ളിക്കകത്തിരിക്കുന്ന കാഴ്ചയാണ്. സദാസമയവും അള്ളാഹുവിന്റെ കലാമുമായിരുന്നിട്ട് എഴുതപ്പെട്ട തോലുകളോ തുകലുകളോ എന്തോ ആയിക്കൊള്ളട്ടെ, ഖുർആൻ എഴുതപ്പെട്ട വസ്തുക്കളും വെച്ചുകൊണ്ടിരുന്ന് അത് മനോഹരമായി പാരായണം ചെയ്തുകൊണ്ടേയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് അതിനെ ചുണ്ടിലേക്ക് ചേർത്ത് ചുംബിച്ചുകൊണ്ട് കലാമുറബി കലാമുറബി, ഇതെന്റെ റബ്ബിന്റെ കലാമാണ്, ഇതെന്റെ റബ്ബിന്റെ കലാമാണെന്ന് പറഞ്ഞ് പാരായണം ചെയ്തു പോയ മനുഷ്യനെ കാണാൻ കഴിയും നമുക്ക്. അബൂജഹലിന്റെ മകൻ. നമുക്ക് വലിയ പാരമ്പര്യമുണ്ട് പറയാൻ, വിശ്വാസ പാരമ്പര്യമുണ്ട്. വലിയ ഹാജ്യാര മക്കളാണ്, വലിയ സംഘടനാ നേതാക്കന്മാരുടെ മക്കളാണ്, പള്ളി പരിപാലകരുടെ മക്കളാണ്, പള്ളി കമ്മിറ്റിക്കാരുടെ മക്കളാണ്, പള്ളി വെച്ചവന്റെ മക്കളാണ്. അങ്ങനെ പാരമ്പര്യങ്ങൾ ഒരുപാട് പറയാനുള്ളപ്പോഴും അള്ളാഹുവിന്റെ പുസ്തകം കൈമുള്ളപ്പോഴും ഒരിക്കൽ പോലും തുറന്നു നോക്കാൻ കഴിയാതെ പോയി എന്നുള്ളത് എത്ര വലിയ നിവൃത്തികേടാണ്. നമ്മൾ എത്രത്തോളം താഴ്ന്നിരിക്കുന്ന നിലവാരത്തിൽ വിശ്വാസത്തിൽ നമ്മൾ എത്രയോ പിന്നോട്ടടിക്കപ്പെട്ടിരിക്കുന്നു ആലോചിക്കണം. ഈ റമദാൻ മാസത്തിലെങ്കിലും അതൊന്ന് തുറന്നു വെക്കാൻ നമ്മളെ കൊണ്ട് കഴിയണ്ടേ? ഒന്ന് തുറന്നു നോക്കാൻ വലിയൊരു ബാധ്യതയാണ്. വിശ്വാസികൾക്ക് ഇനി നേരമായിട്ടില്ലേ എന്ന് ഖുർആൻ തുറന്നു വെക്കാനേ, ഒന്ന് വായിക്കാൻ സമയമായിട്ടില്ലേ എന്ന ഖുർആൻ ചോദിക്കുന്നത്. നിങ്ങളൊന്ന് തുറന്നു വെച്ച് വായിക്കും മനുഷ്യരെ, നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയും. അതിന് നിങ്ങളുടെ മനോവേദനകൾക്കുള്ള മരുന്നാണ് വിശുദ്ധ ഖുർആൻ. അർത്ഥമറിയണമെന്നില്ല, അർത്ഥം പഠിക്കേണ്ട വേറൊരു ബാധ്യതയാണ്. അത് വേറൊരു ഭാഗത്താണ് ചർച്ച നിൽക്കും. അർത്ഥമറിഞ്ഞാലും ഇല്ലെങ്കിലും ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതിന്റെ പുണ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതാ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് രൂപത്തിലാണെങ്കിലും മനോഹരമായി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങളെ കൊണ്ട് കഴിവിന്റെ പരമാവധി കഴിയുന്ന രൂപത്തിലൊക്കെ പാരായണം ചെയ്തുകൊണ്ടിരിക്കണം. അത് പാരായണം ചെയ്യാൻ വിശ്വാസം തീരുമാനിച്ചാൽ അത് ഓതാൻ പറ്റിയ ഏറ്റവും നല്ല സമയം രാത്രി തന്നെയാണ്. വിശുദ്ധ ഖുർആൻ രാത്രി കാലങ്ങൾ പാരായണം ചെയ്ത് നോക്കൂ, വലിയ കൂലിയുള്ള കാര്യമാണ്. ഒപ്പം അതിനൊരു പ്രത്യേകമായ ഒരു ഏകാഗ്രതയും കൈവരിക്കാൻ കഴിയും. ഈ റസൂലിനോട് പോലും ആരംഭത്തിലെ അതാ പറഞ്ഞത്, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല. ഈ വിശുദ്ധ പ്രവാചകനോട് അല്ലാഹു പറയാണ്, പുതച്ചു കിടക്കുന്ന പ്രവാചകരെ എഴുന്നേക്ക്. എത്ര നേരം ഉറങ്ങുന്നത്? പുതച്ചുറങ്ങലേ നബി, എഴുന്നേൽക്ക് നബി എന്ന്. ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി. നബിയെ രാത്രി കാലത്തിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക. അങ്ങനെ ഉറങ്ങിയാലോ ഒന്ന് രാത്രി ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കണം നബിയെ. രാത്രി പകുതിയിലെ താഴെയോ, രാത്രിയുടെ പകുതിയുടെ താഴെയോ, അല്ലെങ്കിൽ പകുതിയിൽ കൂടുതലോ. അതാണ് ഖുർആൻ സംസാരിക്കുന്നത്. നിന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ രാത്രിയുടെ നിശബ്ദമായ യാമത്തിൽ നിന്ന് അല്പസമയമെങ്കിലും നമസ്കരിക്കുക നബിയെ. വറത്തിലിൽ ഖുർആന തർതീല, എന്നിട്ട് മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യാൻ. ഖുർആൻ അത് പാരായണം ചെയ്തുകൊണ്ട് നിസ്കരിക്കുക. രാത്രിയിലും നമസ്കാരത്തിലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് പോലെ മനോഹരമായൊരു പ്രവൃത്തിയില്ല.
അതാ റമദാനിൽ നമ്മൾ ഏറ്റവും അനുഗ്രഹീതമാക്കുന്ന കാര്യം എന്താണെന്ന് റമദാന്റെ രാത്രി നമസ്കാരത്തിൽ ഈ തൂലുൽ ഖുർആൻ സുദീർഘമായി ഖുർആൻ ഓതുന്ന നമസ്കാരമാണ്. സുദീർഘമായി ഖുർആൻ ഓതുന്ന നിസ്കാരമാണ്. വലിയ പുണ്യമുള്ള ഇത് റസൂലോട് പറയാണ്, ഖുർആൻ ഓത് നബിയെ, ഖുർആൻ ഓതിക്കൊണ്ട് സുദീർഘമായി നമസ്കരിക്കാൻ. അങ്ങനെ എന്നിട്ട് അല്ലാഹ് പറയാണ്, രാത്രിയാകുമ്പോ, രാത്രി നമസ്കാരത്തിലെ ഖുർആൻ പാരായണമാകുമ്പോ, രാത്രി നമസ്കാരമാകുമ്പോ പ്രവാചകരെ അത് ഹൃദയത്തിന് വല്ലാത്ത സാന്നിധ്യം ഉണ്ടാക്കുകയും വളരെ ഹൃദ്യമായിട്ട് നിനക്ക് അമൽ ചെയ്യാൻ കഴിയും. ഒപ്പം നിന്റെ വാക്കുകൾക്ക് സ്പഷ്ടതയും ഉണ്ടാകുമെന്ന്. അതാണ് അതിന്റെ പുറമേയുള്ള അർത്ഥം. അതിൽ വേറെ അർത്ഥങ്ങൾ ഒരുപാട് നമുക്ക് വെക്കാനൊക്കെയാവുന്നതാണ്. രാത്രി നമസ്കരിക്കുന്ന ഒരു വിശ്വാസിക്ക് വാക്ക് നല്ല വ്യക്തിത്വമാണ്, നല്ല വ്യക്തിത്വം ഉണ്ടാകുമെന്നും അവിടെ സൂചനയുണ്ട്. അതിലേക്ക് പോകുന്നില്ല. എന്നാൽ ഏറ്റവും മനോഹരമായ ഒരാൾക്ക് വിശ്വാസിക്ക് ഖുർആൻ പാരായണം ചെയ്യാനും അത് ഹൃദയസ്ഥമാക്കാനും അല്ലെങ്കിൽ ഹൃദയ സ്ഥാനത്തോടുകൂടി നമസ്കരിക്കാനും കഴിയുന്ന സമയമാണ് രാത്രിയുടേത്. ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാൻ കാരണം പകൽ ഒരുപാട് ജോലിയില്ലെന്ന് നിങ്ങൾക്ക് റസൂലോട് പറയണം, നബിയെ അങ്ങക്ക് പകൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒരുപാട് ജോലിയുണ്ട്, എല്ലാവർക്കും ഉണ്ടല്ലോ. നമുക്ക് പകൽ ഒരുപാട് തിരക്കുകൾ ഉള്ളത് കൊണ്ടാണ് രാത്രിയിൽ നമസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിക്കാൻ പറയുന്നത്. എല്ലാത്തിന്റെയും അവസാനം എന്താ പറഞ്ഞറിയുമോ? എന്ന് അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട് അതിലേക്ക് നീ എല്ലാ തിരക്കുകളും വിട്ട്, ദുനിയാവിനെ വിട്ട്, കെട്ടുപാടുകളെ വിട്ട്, എല്ലാ ബന്ധങ്ങളെയും മാറ്റിയിട്ട് ഹൃദ്യമായി അള്ളാഹുവിലേക്ക് നിങ്ങൾ ലയിച്ചിറങ്ങൂ, ആ സ്മരണയിലേക്ക് നിങ്ങൾ ഒഴുകിയിറങ്ങൂ എന്ന് വിശുദ്ധ ഖുർആൻ. അത് രാത്രി മനുഷ്യർ ആവശ്യപ്പെടുന്ന കാര്യമാണ്. ഈ വാചകങ്ങൾക്കിടയിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത് വറത്തിലിൽ ഖുർആന തർത്തീല എന്ന്. കഴിവുന്ന ആൾക്കാർ അലസമായി ഖുർആൻ ഓതാൻ പാടില്ല. കഴിയുന്ന ആൾക്കാർ, നന്നായി ഓതാൻ കഴിയുന്ന ഒരു മനുഷ്യനും അലസമായി ഖുർആൻ ഓതാൻ പാടില്ല. വറത്തിലിൽ ഖുർആന തർത്തീല, അവധാനതയോടെ അലങ്കാരത്തോടെ ഖുർആൻ ഓതണമെന്ന്. നിയമങ്ങളൊക്കെ പാലിച്ച്, കൃത്യമായ മഖ്റജുകൾ പാലിച്ച്, ഏറ്റവും മനോഹരമായ ശബ്ദത്തിൽ സയ്യിനുൽ ഖുർആന ബിഅസ്വാതികും, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ മനോഹരമായ ശബ്ദത്തിൽ വേണം ഖുർആൻ ഓതാൻ. അരോചകമാകാൻ പാടില്ല കേൾക്കുന്നവർക്ക്. നല്ല ശബ്ദത്തിൽ, കഴിവിന്റെ പരമാവധി നല്ല ശബ്ദത്തിൽ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. നന്നായി ഖുർആൻ ഓതാൻ അറിയുന്ന ആൾക്കാർ, നല്ല ശബ്ദത്തിൽ ഖുർആൻ ഓതുന്ന ആൾക്കാർ ഓതിക്കഴിഞ്ഞാൽ സംഗീതം അതിന് താഴെ നിൽക്കൂ. സപ്തകവികളെന്ന് മക്കയിൽ അറിയപ്പെട്ട 7 കവികളുണ്ട്. സബൂൽ മുഅല്ലഖാത്ത്, 7 സപ്തകവികൾ. അവരെ കണക്ക് വലിയ കവിത എഴുതുന്ന ആൾക്കാരില്ല. അവരെ പോലെ കഅബാലയത്തിന് ചുറ്റും നിൽക്കുന്ന ആസ്വാദകരെ കീഴടക്കിയ ഒരു കവിയുമില്ല. അത്രയും മനോഹരമായ കവിതകൾ എഴുതി അത് ആലപിച്ച് ജനങ്ങളെ ഹൃദയങ്ങളെ വശീകരിക്കുന്ന മനുഷ്യൽപ്പെട്ട ഒരു വ്യക്തിയാണ് ലബീദ്. ലബീദ് പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് വന്നു. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തോട് ചേർത്ത് ചോദിച്ചു, എന്തുകൊണ്ട് ഇപ്പോൾ കവിതകൾ പാടുന്നില്ല, എന്തുകൊണ്ട് നീ കവിതകൾ എഴുതുന്നില്ല എന്ന്. ഖുർആന് ശേഷം ഇനി ഞാൻ എന്ത് കവിത എഴുതാനുള്ളത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത്രയും മനോഹരമായി നല്ല ശബ്ദത്തിൽ അറിയുന്നവൻ വൃത്തിയായി ഓതിയാൽ ഖുർആൻ പോലെ മനോഹരമായി ഒന്നും കേൾക്കാൻ ഈ ദുനിയാവിലുണ്ടാവില്ല. അത്രയും സംഗീതാത്മകമാണ് ഖുർആന്റെ ശൈലി എന്നുള്ളത്. അത്ര മനോഹരമായിട്ട് ഖുർആൻ ഇറക്കിയിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ഖുർആൻ ഓതണം എന്ന് വിശുദ്ധ പ്രവാചകനും ഖുർആനും പഠിപ്പിക്കണം. അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ഓതാൻ ശ്രമിക്കുക. നമ്മൾ ഓതുന്ന ആൾക്കാർ കുറവാ. ഇബ്നു അബ്ബാസ് പറഞ്ഞ പോലെ ഞാൻ ഒരായത്ത് ഒരു തർത്തീലോടുകൂടി നിയമങ്ങൾ പാലിച്ച അവധാനതയോടെ മനോഹരമായിട്ട് ഒരു അധ്യായം ഓതുന്നതാണ് ഖുർആൻ മുഴുവൻ ഓതുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന്. ഖുർആൻ മുഴുവനും നമ്മളിപ്പോൾ പരിപാടി അതാണല്ലോ, ഓടാണ്. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഓതലില്ല. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആരെയോ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. ആരോടാ മത്സരം? നന്മയിൽ മത്സരം നന്നാണ്, നന്മയിൽ നല്ല മത്സരങ്ങൾ നല്ലതാണ്. പക്ഷെ ഇതൊന്നും ആരോഗ്യകരമായ ഒരു മത്സരമായിട്ട് തോന്നുന്നില്ല. എന്തോ ആരെയുടെ കണക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളത് പോലെ. ആരോ കണക്കിവിടെ നമ്മൾ ആരുടെ ഏൽപ്പിക്കുക, ഞാൻ ഇത്ര ഓതിയിട്ടുണ്ട്, ഇത്ര ഹത്തമായി, അങ്ങനെ ഓടിപ്പടക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഹത്തുമുകൾ പൂർത്തിയാക്കണം, ധാരാളമായി ഓതണം, അതൊക്കെ നല്ലതാണ്. പക്ഷെ എപ്പോഴും നന്നായിട്ട് ഖുർആൻ തന്നെ ശപിക്കുന്നൊരവസ്ഥയിൽ എത്രയോ ഖുർആൻ പാരായണക്കാരുണ്ട് എന്ന്. ആ അവസ്ഥ ഉണ്ടാകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നന്നായിട്ട് ഖുർആൻ ഓതുക, സമയമെടുത്ത് അവധാനതയോടെ ഓതുക. അങ്ങനെ ഓതുന്നതാണ് ഒരു ഖുർആൻ ഹത്തുമാക്കുന്നതിനേക്കാളും ഒരു അധ്യായം മര്യാദയ്ക്കൊന്നാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞു പോയിട്ടുണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ഓതുക എന്നുള്ള ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത് എന്താ പറഞ്ഞത്? രാത്രി കാലങ്ങളിൽ നമസ്കാരങ്ങൾ ഓതുക. അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അവിടെ വദുക്കുരിസ്മില്ല, അവിടെ അവസാനം ഈ 2 കാര്യങ്ങൾ കൂടി ചേർത്ത് പഠിക്കേണ്ടതുണ്ട്. രാത്രിയിലെ നമസ്കാരങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് വലിയ പുണ്യമാണ്. നമ്മൾ നിസ്കാരത്തിൽ പങ്കെടുക്കുന്നതിൽ എത്രത്തോളം ഗുണകരമാണ് ആലോചിക്കണം. അത് പറയാം. അതിനോടൊപ്പം തന്നെ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? വദുക്കുരിസ്മില്ല, അള്ളാഹുവിൻ്റെ ദിക്റുകൾ സ്മരിക്കപ്പെടണം, അള്ളാഹുവിന് സ്മരിക്കപ്പെടണം. അത് ഖുർആന്റെ ലക്ഷ്യം എന്നല്ല. ഖുർആനിലേക്ക് നിങ്ങൾ വരൂ, തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങൾ ഓർക്കാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് മുഅ്മിനാണോ,
മുഅ്മിനാണോ ഈമാനുള്ള മനുഷ്യനാണോ നിങ്ങൾ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് പാരായണം ചെയ്താലും ശരി കേട്ടാലും ശരി. രാത്രി നമസ്കാരങ്ങളിൽ നമ്മൾ ഓതാറില്ലല്ലോ എന്നൊരു ആശങ്ക ഉണ്ടാകും. ഖുർആൻ ഓതുന്നത് പോലെ തന്നെ പുണ്യമുള്ളൊരു കാര്യമാണ് കേൾക്കുന്നത്. അള്ളാഹുവിൻ്റെ കാരുണ്യം ഇറങ്ങാൻ അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭ്യമാകാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എവിടെയെങ്കിലും ഖുർആൻ ഓതപ്പെടുന്നത് കേട്ടാൽ നിങ്ങൾ സശബ്ദം കേൾക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹ് പറയാണ്. ഖുർആൻ ഓതുന്നത് കേൾക്കുന്നതും പുണ്യമാണ്. ജഹരിയായ നമസ്കാരങ്ങൾ ഇമാം ഓതുമ്പോൾ നമ്മൾ കേട്ട് നിൽക്കുന്നത് നന്മയാണ്, അത് പുണ്യമാണ്. കേൾക്കാനല്ലാതെ ഖുർആൻ പ്ലേ ചെയ്യുന്ന പരിപാടിയൊന്നും വേണ്ട. അത് പിന്നെ ഇത് നമുക്ക് ഒരുപാട് ഖിറാത്തുകൾ കിട്ടും, യൂട്യൂബിലും മറ്റും കിട്ടും. പലരും റിംഗ് ടൂൺ ആക്കി വെച്ചിരിക്കുക. നിങ്ങളുടെ മൊബൈലിൽ റിംഗ് ടൂൺ ഇടാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ കോളർ ടൂൺ ആക്കാൻ വേണ്ടിയിട്ടാണോ ഖുർആൻ അവതീർണമായത്? അല്ല, നമുക്ക് അങ്ങനെ തോന്നിപ്പോകും. ചില പരിപാടിക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട്, ചില പരിപാടികൾക്ക് ആളെ കൂട്ടാനുള്ള ഒരു അനൗൺസ്മെൻറ്റിൻ്റെ ഇടയിൽ കയറ്റാൻ, ചില ആൾക്കാരുടെ പ്രഭാഷണങ്ങളുടെ പിറകിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ഉപയോഗിക്കാൻ, ഇതിനു വേണ്ടിയാണോ ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത്? അത്ര വിലയാണ് നിങ്ങൾ ഖുർആൻ കൽപ്പിക്കുന്നത്. കുറച്ചുകൂടി പക്വമായിട്ട് സമീപിക്കണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊക്കെ ഖുർആനോട് കാണിക്കുന്ന ബഹുമാനമൊന്നുമല്ല. എൻ്റെ പ്രഭാഷണം അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ക്ലിപ്പ് എടുത്തിട്ട് അതിൻ്റെ പുറകിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാനുള്ളതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ. അങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല. അതൊക്കെ അതിനോട് കാണിക്കുന്നതിന് അപകടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഖുർആൻ നമ്മൾ ആ ഖുർആനെ പരിഗണിക്കേണ്ട രീതി അതല്ല, ആ രീതിയിലല്ല നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. നമുക്കത് കൊണ്ടുവരേണ്ടത് അള്ളാഹുവിന് ദിക്റാണ്. അള്ളാഹുവിന് ദിക്റിലേക്ക് ഖുർആൻ നമ്മളെ കൊണ്ടുപോകും. നമ്മൾ ഈമാനുള്ള മനുഷ്യരാണെങ്കിൽ അതാണ് ഈ പറയുന്നത്. ഖുർആൻ ഓതുന്നത് കേൾക്കുന്നതിൻ്റെ പുണ്യം കൂടി പറയുന്നത്. അത് കേൾക്കുമ്പോഴും നമുക്ക് അത് ദിക്റാണ് വരേണ്ടത്. നിസ്കാരത്തിൽ ഓതുകിയാൽ കേൾക്കണം. എവിടെ വെച്ച് ആര് ഓതിയാലും അത് കേൾക്കുക എന്നുള്ളത് കടമയാണ്. നന്നായിട്ട് ഒരാൾ പാരായണം ചെയ്യുമ്പോൾ ഖുർആൻ കേൾക്കുക. അതുകൊണ്ട് നിസ്കാരത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നതിനും അതേ കൂലി കിട്ടുകയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുക. അതുകൊണ്ട് നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇമാമല്ലി ഓതുന്നത് നമുക്കത് കിട്ടൂലല്ലോ എന്നല്ല. സുദീർഘമായ നമസ്കാരങ്ങൾ രാത്രി നമസ്കരിക്കുമ്പോൾ നല്ല ഹാഫിളീങ്ങളായ ഇമാമിങ്ങൾ നിന്നിട്ട് മനോഹരമായി ഖുർആൻ പാരായണം ചെയ്ത് ഇങ്ങനെ സുദീർഘമായി നമസ്കരിക്കുന്ന നമസ്കാരം തന്നെയാണ് ഏറ്റവും നല്ല നമസ്കാരം. അതുകൊണ്ട് റമദാൻ മാസത്തിൽ കഴിവിൻ്റെ പരമാവധി ഖത്മുകൾ പൂർത്തിയാക്കുന്ന പള്ളികളെ സമീപിക്കുക, സുദീർഘമായി ഖുർആൻ ഓതുന്ന പള്ളികളെ സമീപിച്ച് അവിടെ പോയി നമസ്കരിച്ച് അത് റാഹത്താക്കാൻ ശ്രമിക്കുക. വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. കേൾക്കുന്നതും പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ കേൾക്കുമ്പോഴും നമസ്കാരത്തിനകത്തോ പുറത്തോ കേൾക്കട്ടെ, ഓതട്ടെ, ഏത് സാഹചര്യത്തിലും ഖുർആൻ നമ്മളെ കൊണ്ടെത്തിക്കേണ്ടത് എവിടെയാണ്? അള്ളാഹുവിന്റെ ദിക്റിലേക്ക്. ദിക്റെന്ന വാക്ക് ഖുർആനെ കുറിച്ച് പറയാൻ പോലും ദിക്റെന്ന് ഉപയോഗിക്കുന്നത്. എന്ന് ഖുർആൻ പറഞ്ഞൊരു വാക്ക് ഇവിടെ കൂടെ വായിക്കും. എന്റെ ദിക്റിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ, എന്റെ ദിക്റിനെ ആരെങ്കിലും അവഗണിച്ചു കളഞ്ഞാൽ, എന്റെ ദിക്ർ ഏതാ ദിക്ർ? ഖുർആൻ. എന്റെ ഖുർആനെ അവഗണിക്കുന്നവർക്ക് അവന് ഞെരുക്കമുള്ള ജീവിതം കാത്തിരിക്കുന്നുണ്ട് എന്ന്. അവനെ അന്ധനായിട്ട് നാളെ പരലോകത്ത് കൊണ്ടുവന്ന് നിർത്തുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ദിക്റായ ഖുർആനെ അവഗണിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ നാളെ പരലോകത്ത് വരുമ്പോ കണ്ണിന് കാഴ്ച ഉണ്ടാവില്ല, പലതും കാണാൻ കഴിയുന്നില്ല. അവന് ഒന്നും കാണാൻ കഴിയാതെ അള്ളാഹുവിനോട് പറയും, അള്ളാഹു എനിക്ക് കണ്ണ് കാണാമായിരുന്നു, ഇന്ന് എങ്ങനെയാണ് എന്നെ അന്ധത ബാധിച്ചത് എന്ന് അള്ളാഹുവിനോട് ചോദിക്കുമ്പോ അള്ളാഹു പറയും, ഇതുപോലെയാണ് നിനക്ക് അള്ളാഹുവിന്റെ വചനങ്ങൾ വന്നല്ലോ, വിശുദ്ധ ഖുർആൻ വന്നല്ലോ, എന്നിട്ട് അതിന്റെ മുമ്പിൽ കണ്ണുകൾ അടച്ചു കളഞ്ഞ നിന്നെ പിന്നെ എവിടെയാണോ നിനക്ക് ഇനി എന്ത് കാണാൻ? ഖുർആൻ കാണാൻ തുറക്കാത്ത കണ്ണുകൾക്ക് ഇനി കാഴ്ചയില്ല. ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഖുർആൻ കാണാൻ കണ്ണില്ലാത്ത പോയ മനുഷ്യന് പിന്നെ എന്തിനാണോ കാഴ്ച എന്ന്? അത് അള്ളാഹുവിന്റെ ചോദ്യം. പിന്നെ കാഴ്ചയുണ്ടാവില്ല എന്ന് പരലോകത്ത് വിശുദ്ധ ഖുർആൻ. അവിടെയും അള്ളാഹ് പറഞ്ഞ വാചകം ദിക്ർ. അള്ളാഹുവിനെ ഏറ്റവും നന്നായി മനുഷ്യനെ സ്മരിപ്പിക്കുന്ന ഗ്രന്ഥം അതാ ഖുർആൻ. ആ സ്മരണ ആ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത്. ആ സ്മരണയിലേക്ക് നമ്മളെ എത്തിക്കാൻ ഖുർആനെ കൊണ്ട് കഴിയും. അതൊരു മാജിക്കാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ സൂറത്ത് യൂസുഫ് പാരായണം ചെയ്ത് വരുമ്പോൾ ആ യൂസുഫിന്റെ ഇടയിൽ അദ്ദേഹം ഓതുമ്പോൾ വെങ്ങി പൊട്ടി കരയുന്നത്, ആ കരച്ചില് ഏറ്റവും പുറകിൽ നിന്ന അബ്ദുല്ലാഹ് ഇബ്നു ഷദ്ദാദ് റഹ്മത്തുള്ളാഹി തആല കേട്ടിട്ടുണ്ട്. വലിയ സഫുകളാണ്. പള്ളിയുടെ ഏറ്റവും അവസാനത്തെ സഫ് നിൽക്കുന്ന മനുഷ്യൻ പോലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വിതുമ്പിപ്പോയ ഉമറിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ഖുർആൻ അവരുടെ ഹൃദയങ്ങളിൽ എത്ര വലിയ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. ഒരു രാത്രി അദ്ദേഹം ഇറങ്ങി ജനങ്ങളെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഒരു മനുഷ്യൻ രാത്രി നമസ്കരിക്കുന്നു. മനോഹരമായ തുറന്ന അധ്യായം പാരായണം ചെയ്യുന്ന അത് കേട്ടിട്ട് നിന്നുപോയി. മനോഹരമായ പാരായണം നിന്നിങ്ങനെ കേട്ട് വരുമ്പോ നിന്റെ റബ്ബിന്റെ ശിക്ഷ അത് വരിക തന്നെ ചെയ്യും, അതിനെ തടയാൻ കഴിയില്ല, ആരെക്കൊണ്ടും തടയാൻ കഴിയില്ല എന്ന വാചകം എത്തുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു വിറച്ചുപോയി. പിന്നെ ഒരാഴ്ചയേറെ പനി പിടിച്ച് വീട്ടിൽ കടന്നുപോയി അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്.
വിശുദ്ധ ഖുർആന്റെ വാക്കുകൾക്ക് വല്ലാത്ത സ്വാധീന ശക്തിയുണ്ട്. അത് ഹൃദയങ്ങളെ തുളച്ചു കയറും. അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് ഒരു വിശ്വാസിയെ ഒഴുക്കിക്കൊണ്ടുവരാൻ കഴിയും. ആ വിധത്തിൽ ആ ഖുർആൻ സംവിധാനിച്ചത്. എന്നിട്ട് നിങ്ങൾ എന്തേ പാരായണം ചെയ്യുന്നില്ല? അല്ലാഹുല്ലദീ നസ്സല അഹ്സനൽ ഹദീസ കിതാബൻ മുതശാബിഹൻ മസാനിയ തഖ്ശയിറു മിൻഹു ജുലൂദൽ ലദീന യഖ്ശൗന റബ്ബഹും. അള്ളാഹുവിനെ ഭയപ്പെടുന്ന മനുഷ്യരുണ്ടല്ലോ, അവർ ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവർ രോമങ്ങൾക്ക് പോലും രോമാഞ്ചമുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ. നമ്മുടെ ത്വക്കുകൾക്ക് പോലും രോമാഞ്ചമുണ്ടാകും, ഒരു വിറയലുണ്ടാകും. അതാ ഖുർആൻ എന്ന്. പിന്നെ മെല്ലെ അവന്റെ ഹൃദയവും അവന്റെ ശരീരവും അവന്റെ മാംസവും മജ്ജയും എല്ലാം അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ ദിക്റിലേക്ക് അത് ലയിച്ചു ചേരും, വിനയാന്വിതമായി ചേരുമെന്ന് വിശുദ്ധ ഖുർആൻ. അതാ സഹാബാക്കളുടെ ജീവിതം നോക്കി നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് വിശ്വാസികള്, യഥാർത്ഥ വിശ്വാസികൾ, പടച്ചവനിൽ വിശ്വാസമുള്ള വിശ്വാസികൾ. ഖുർആൻ എടുത്താൽ തന്നെ വിതുമ്പും. അവർ ഖുർആൻ കേൾക്കുമ്പോ, അവർ വായിക്കുമ്പോ അവർ ഹൃദയങ്ങളെ അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് നിറയ്ക്കപ്പെടും. അലം യഅനില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ വമാ നസല മിനൽ ഹഖ്. നിങ്ങൾക്ക് ഇനി നേരമായില്ലേ എന്ന് അതാ ഖുർആൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇനി നേരമായിട്ടില്ലേ എന്ന് അതൊന്ന് തുറന്നു നോക്കാൻ, അവിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് പാരായണം ചെയ്യാൻ, അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചിട്ട് കണ്ണുകൾ നിറയ്ക്കാൻ നിങ്ങൾക്ക് സമയമായില്ലേന്ന്. അലം യഅനില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ വമാ നസല മിനൽ ഹഖ്. സത്യവുമായി ഇറങ്ങിയ വിശുദ്ധ ഗ്രന്ഥത്തിൽ പാരായണം ചെയ്തും ആ ഖുർആനിലേക്ക് മടങ്ങിയും അള്ളാഹുവിന്റെ ദിക്റുകളിലേക്ക് മടങ്ങിയിട്ടും ഹൃദയങ്ങൾ പടപടയ്ക്കാൻ വിശ്വാസിക്ക് നേരമായില്ലേ എന്ന് ഓരോ മനുഷ്യനും സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. ഈ റമദാൻ മാസം കടന്നു വന്നിട്ടും ആ വിശുദ്ധ ഗ്രന്ഥം തുറന്നു വെക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അത് പാരായണം ചെയ്യാൻ നമ്മൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, വായിക്കാൻ അറിയാത്തവനും എഴുത്ത് വെച്ച് തുറന്നു നോക്കിയിട്ട് എന്റെ റബ്ബിന്റെ കലാം എനിക്ക് അന്യം നിന്ന് പോകുന്നല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് കണ്ണുകൾ നിറച്ചാൽ അതിനും കൂലി കൊടുക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു നാഥൻ നമുക്കുണ്ട് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കാതെ പോയി? പഠിക്കാൻ കഴിയാത്തവന് പോലും ഖുർആൻ തുറന്നു വെച്ചിട്ട് അല്ലാഹുവേ നിന്റെ കലാം ഇറങ്ങിയ മാസത്തിൽ ഇത് പാരായണം ചെയ്യാൻ ഈ നിർഭാഗ്യവശാൽ ഭാഗ്യവന് കഴിയുന്നില്ലല്ലോ റബ്ബേ എന്നാലോചിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ കണ്ണു നിറച്ചാൽ അതിനും കൂലി കൊടുക്കുന്ന ഒരു നാഥൻ നമുക്കുണ്ട് എന്ന് നിങ്ങൾ മറന്നുപോയിട്ടുണ്ട്. ആ റബ്ബിലേക്ക് മടങ്ങാനുള്ള സമയമാണ് വിശുദ്ധ റമദാൻ മാസം. ഗൗരവത്തോടെ ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.